الحمد لله الذي أحيانا بعدما ماتنا وإليه النشور. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالدخيلة يدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം ധന്യമാകാൻ നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മൺമറഞ്ഞ മഹാന്മാരിലേക്കും ഓരോ ഫാത്തിഹ ഹദിയ ചെയ്യാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا ربേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ അഹ്ലുകാരുടെ ഖബറുകളിലേക്ക്, കുടുംബമിത്രാദികളുടെ ഹളറത്തിലേക്ക്, ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മൺമറഞ്ഞ അംബിയാ ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഇരു ലോകത്തും വിജയിപ്പിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്ത് മുഅ്മിനീങ്ങളെ, ഇന്ന് ഒരുപാട് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, ദാനധർമ്മങ്ങൾ, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, ഇതെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ദുനിയാവിൽ നാഥൻ്റെ ഇഷ്ടത്തോടെ, അല്ലാഹുവിൻ്റെ ഇഷ്ടത്തോടെ നടന്നാൽ ആഖിറത്തിൽ നിൻ്റെ ഇഷ്ടത്തോടെ നടക്കാമെന്ന്, ദുനിയാവ് കൊടുത്ത് നീ ആഖിറം വാങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവ് നമുക്ക് ശാശ്വതമല്ല. ദുനിയാവിൽ നമ്മൾ കുറച്ചു കാലം മാത്രമാണ് ജീവിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിച്ച പലരുടെയും ആയുസ്സുകൾ എത്രയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് മരണപ്പെട്ടു വരുന്നവരുണ്ട്. ദുനിയാവിലേക്ക് പിറന്നു വീണ ദിവസങ്ങളിൽ മരിക്കുന്നവരുണ്ട്. പല പ്രായക്കാരും ഇന്ന് പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എല്ലാ വയസ്സുകാരും പള്ളിപ്പറമ്പിലുണ്ട്. നമുക്കൊക്കെ അറിയാം അവരുടെയൊക്കെ നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ പ്രായം എത്രയാണെന്ന്. പല ആളുകളും ചെറുതും വലുതുമായ നിരവധി ഖബറുകൾ ഇന്ന് പള്ളിപ്പറമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മരണപ്പെട്ടു പോവേണ്ടവരാണ്.
ആ മരണപ്പെട്ടു പോയാൽ നമുക്കുള്ള ജീവിതം നാളെ സ്വർഗീയമായ ഭവനമാണ്, സ്വർഗത്തിലാണ് ഉള്ളത്. ആ ദുന്യാവിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ അതെല്ലാം നിർവഹിച്ച്, സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് ഇബാദത്തുകളും ദിക്റുകളും സ്വലാത്തുകളുമായി നമ്മൾ അടുത്താൽ, അതുപോലെ തന്നെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായി ജീവിച്ചാൽ നാളെ ആഖിറം നമുക്ക് വെളിച്ചമാക്കാം. സ്വലാത്ത് കൊണ്ട് നാവിനെ നനച്ചാൽ ഈമാൻ കൊണ്ട് റബ്ബ് കൽബിനെ നിറക്കും. അതുപോലെ അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു ചാൻ അടുത്താൽ ഒരു മുയം അവൻ നമ്മളിലേക്ക് അടുക്കും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു മുയം അടുത്താൽ ഒരു മാറവനിലേക്ക് അടുക്കും. നമ്മൾ ദിക്റുകൾ ചൊല്ലി അവനോട് നല്ലോണം അടുത്താൽ അവൻ നമ്മളിലേക്ക് തന്നെ നമ്മളോട് അടുത്തു വരും. അപ്പോൾ അള്ളാഹുവിനക്ക് ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ഇബാദത്തുകളുമായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇനിയുള്ള കാലം നമുക്ക് ജീവിക്കാം. ആഖിറു സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് തരുമാറാവട്ടെ. ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരുമാറാവട്ടെ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരുമാറാവട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെക്കുന്ന ഉമ്മത്തികളിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. ഔലിയാക്കന്മാരെ ഹുബ്ബ് വെക്കുന്ന മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന 3 സ്വലാത്തുകളാണ്. സ്വലാത്തുകളൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇന്ന് യൂട്യൂബിൽ ഒക്കെ രാവിലെ മുതൽ രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെയും ഉറങ്ങുന്നതിന് ശേഷവും ഒക്കെ ഉസ്താദുമാർ ലൈവിലൂടെയും അല്ലാതെയും ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഒരുപാട് മഹത്വമുള്ള ഒരു ദിക്റാണ് ബശായിറുൽ ഖൈറാത്ത്, സലാത്തുൽ ബശായിറുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സലാത്ത്. ഇത് മഹാനായിരിക്കുന്ന ഏറെ പോരിശയുള്ള ഒരു സലാത്താണ് ഈ സലാത്ത്. ഇതിൻ്റെ മഹത്വത്തെ നമ്മൾ അറിയുകയാണെങ്കിൽ, സ്വലാത്ത് നമ്മൾ ഒഴിവാക്കുകയില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഈ ഏറ്റവും ബഹുമാനിച്ച ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഈ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട സ്വലാത്താണ് ഈ സ്വലാത്ത്, ബശായിറുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഈ സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളിൽ ഏറ്റവും ബഹുമാനിച്ച ഏറ്റവും വലിയ മഹാനാണ് ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് നേരിട്ട് ഇൽഹാമിലൂടെ അള്ളാഹു കൊടുത്തു ഈ സ്വലാത്തിനെയാണ്. ശൈഖ് അവറുകൾ എഴുതപ്പെട്ട ബശായിറുൽ ഖൈറാത്ത് എന്ന പേരിൽ പ്രസിദ്ധമായ സ്വലാത്തിന് ഇതിനെ പോരിശ അറിയാൻ ഇതിലുള്ള അറബിയിൽ എഴുതപ്പെട്ട പോരിശ വിവരമുള്ള ആരുടെങ്കിലും ആലിമീങ്ങളുടെ അടുത്ത് പോയിക്കൊണ്ട് ചോദിച്ചാൽ
ഈ സ്വലാത്തിനെ ഒരാൾക്കും ഒഴിവാക്കാൻ കഴിയുകയില്ല. അത്രത്തോളം മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഈ സ്വലാത്ത് പല ബുക്ക് സ്റ്റാളുകളിലും നമുക്ക് ഇസ്ലാമികമായിരിക്കുന്ന ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ്. പല മക്കാമുകളിലുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ സ്വലാത്തിൻ്റെ ഏടുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൽ കിട്ടും. എന്നിട്ട് ഈ സ്വലാത്ത് നിങ്ങളൊന്ന് ചൊല്ലി നോക്കണം. 2 നേരം പതിവായി ചൊല്ലുക. അതിനുള്ള ഇജാസത്താണ് മഹാനായിരിക്കുന്ന ഔസുല്ലാഹ് തങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. രാത്രിയിൽ ചൊല്ലുന്നവർ രാവിലെയും രാത്രിയുമാണ് ഇത് ചൊല്ലേണ്ടത്. 2 നേരമായിട്ട് ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലണം. രാത്രി ചൊല്ലുന്നവർ ഹദ്ദാദ് ചൊല്ലുന്നതിന് മുമ്പായിട്ട് ഈ സ്വലാത്ത് ചൊല്ലി ശേഷം ഹദ്ദാദ് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. അങ്ങനെ ഈ ഹദ്ദാദിനെ നമ്മൾ തുടർച്ചയായി 40 പ്രാവശ്യം നിയ്യത്ത് ചെയ്ത് അല്ലെങ്കിൽ 90 ദിവസം നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ എന്താണോ, നമുക്കൊരുപാട് കടമുള്ളവരാണ്, കടങ്ങൾ വീടാൻ, അതിനുള്ള വഴികൾ തുറന്നു കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹം അത് ശരിയായി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർ, ഇതൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം എന്താണോ അത് ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്തിനെ 2 നേരം നമ്മൾ പതിവാക്കിയാൽ, അല്ലെങ്കിൽ 100 പ്രാവശ്യം, അല്ലെങ്കിൽ 313 പ്രാവശ്യം, അല്ലെങ്കിൽ 1000 പ്രാവശ്യം ഈ സ്വലാത്തിനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും. ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സ്വലാത്തിൻ്റെ പേരാണ് ബശായിറുൽ ഖൈറാത്ത്. ആരും മറന്നു പോകരുത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിന് കിട്ടും. ഇതിൻ്റെ പേര് വീഡിയോസിൻ്റെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നോക്കി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു സ്വലാത്താണ് സ്വലാത്തുൽ മെഹ്റാജുൽ കുബ്ര. അത് ജീവിതത്തിൽ 1 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അതിനും കഴിയാത്തവർ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ ചുരുങ്ങിയ ജീവിതത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്തിനെ നമ്മൾ ചൊല്ലണം. ഇതൊക്കെ വളരെ മഹത്വമേറിയ സ്വലാത്തുകളാണ്. അതുപോലെ നമ്മളുടെയൊക്കെ ഒരുപാട് മഹത്വമുള്ള സ്വലാത്തുകളാണ് ഈ പറയപ്പെട്ട ഈ 2 സ്വലാത്ത്. പിന്നെ ഹബീബായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ ചെറിയ ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദി വഅലാ അഹ്ലി ബൈത്തിഹി. സുബ്ഹിക്ക് മുമ്പ് എണീറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഉറപ്പിച്ച് കിബിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് 100 വട്ടം ചൊല്ലുക. അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു അത് പൂർത്തിയാക്കി തരും. ഈ സ്വലാത്ത് 3 സ്വലാത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. 1 ബശായിറുൽ ഖൈറാത്ത്, 2 സ്വലാത്തുൽ മെഹ്റാജുൽ കുബ്ര, 2 സാധാരണ ഒരു സ്വലാത്താണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വഅലാ അഹ്ലി ബൈത്തിഹി. ഈ സ്വലാത്തുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ്. ഞാൻ പലർക്കും ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്വലാത്തിലൊക്കെ ഇത് ആഴ്ചയിൽ സ്വലാത്തുകളിൽ നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ തന്നെ ദിവസവും 2 നേരം ഞാനും ചൊല്ലാറുണ്ട്. അതുപോലെ പലരോടും ഞാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പലർക്കും പല അഭിപ്രായം, പലർക്കും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒക്കെ
ചൊല്ലിയവർ പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. അതൊന്നും ഞാനിവിടെ വീഡിയോസിൽ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചൊല്ലി നിങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക. ഈ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായോ ഇല്ലയോ എന്ന് നിങ്ങൾ അത് അറിയിക്കുക. 2 നേരം ദിവസവും ചെയ്യുക. അതുപോലെ നിയ്യത്താക്കിക്കൊണ്ട് 100 പ്രാവശ്യമോ 313 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ ചൊല്ലിക്കൊണ്ട് നിയ്യത്താക്കിക്കൊണ്ട് ചൊല്ലുക. നിങ്ങൾ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.